ഹലോ അസ്സലാമു അലൈക്കും. ഇന്നിപ്പോൾ ഞാൻ രാവിലത്തെ ചായയും എൻ്റെ കടിയും കറിയും അതേപോലെ ഉച്ചക്കത്തെ ചോറും കൂട്ടാനും കൂടി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഇന്നലെ ഞാൻ കടല വേവിച്ച് വെച്ചതായിരുന്നു. അപ്പോൾ ഇന്നലെ നമുക്കിവിടെ പോത്തിറച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ പോത്തിറച്ചിൻ്റെ വെള്ളം ഈ കടലക്കറിക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് ഉരുളക്കിഴങ്ങും കൂടി ഇട്ടുകൊണ്ട് ഒന്ന് വിസിലടുപ്പിച്ചെടുക്കുകയാണ്. നല്ല ടേസ്റ്റ് ആയിക്കാരം. പോത്തിറച്ചി പറ്റുന്നവർ അങ്ങനെ ചെയ്ത് നോക്കോണ്ടി. അപ്പോൾ ഞാൻ ഇന്നലെ അന്തിക്ക് പാലപ്പത്തിന് മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് നന്നായിട്ട് പൊങ്ങി കണ്ടൊന്നിട്ട് താഴ്ന്നു വരും. പിന്നെ എന്താ നമ്മൾ രാത്രി ഉപ്പിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ രാവിലെ ഉപ്പിട്ട് കണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് പത വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്യട്ടോ. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കാണാൻ ഞാൻ അവിടെ വെച്ചു. പിന്നെ രാത്രി കാക്ക പച്ചക്കറികൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും എടുത്ത് വെച്ചിട്ടില്ല. അപ്പോൾ സാധാരണ ഞാൻ കഴുകിയിട്ട് ഫ്രിഡ്ജിലാണ് വെക്കൽ. ഇപ്പം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം വെച്ചാൽ ഒരു ദിവസം തന്നെ ഒരുപാട് കൂട്ടാനും കാര്യങ്ങളും ഉണ്ടാക്കണം. പണിക്കാർ 2-3 ആണുങ്ങളുണ്ട് പണിക്ക്, പിന്നെ ഡ്രൈവർമാർ. അപ്പോൾ അവരൊക്കെ ഉണ്ടായ കാരണം നമുക്ക് ഒരുപാട് വേണം. അപ്പോൾ ഇപ്പോൾ ഉരുളക്കിഴങ്ങും ബീട്രൂട്ടൊക്കെ പുറത്തേനെ വെക്കൽ. പിന്നെ ഇഞ്ചി അല്ലെങ്കിലും ഞാൻ പുറത്തേനെ ഇട്ട വെക്കൽ. ഇങ്ങനെ മണ്ണിൽ വെച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കലാണ് ചെയ്യുക. അപ്പോൾ ആ സമയം കൂടി നമ്മളെ കറി ഇവിടെ തിളച്ച് വരാനായിട്ടുണ്ട്. കടല നല്ല വെന്തതാണ് ആദ്യം തന്നെ. അതിന് ശേഷമാണ് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നത്. എന്താ വെച്ചാൽ ഉരുളക്കിഴങ്ങ് അധികം ഉടഞ്ഞു പോവുകയും ചെയ്യരുത്. അപ്പോൾ എയറൊക്കെ വന്നതിൻ്റെ ശേഷം നമ്മൾ വിസിലിട്ട് കൊടുത്തു. നമ്മൾക്കൊന്ന് പാലപ്പം ചുട്ടെടുക്കും വേണം. അപ്പോൾ ഒറ്റ വിസിലടുപ്പിച്ചെടുത്താൽ മതി കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ കടല പിന്നെ വെന്തതാണ്. പിന്നെ ഉരുളക്കിഴങ്ങ് ചെറുതാക്കി കട്ട് ചെയ്തതാണ്. അതുകൊണ്ട് ഒരു വിസിലുകൊണ്ട് തന്നെ നമുക്കത് വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ ഈ പാലപ്പത്തിൻ്റെ ചട്ടി കഴുകിയിട്ടുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിൽ നമ്മൾ കഴുകിയാൽ എപ്പോഴായാലും അത് തുടച്ചെടുക്കണം. വെള്ളം നമ്മൾ അടുപ്പത്തുനിന്ന് വെച്ച് വറ്റിനും കാട്ടിയും ആ ചട്ടിക്ക് ഒന്നും കൂടി സേഫ്റ്റി അത് നമ്മൾ തുടച്ചെടുക്കണതാണ്. അത് അറിയാത്തവർക്കുണ്ടെങ്കിലാണ് പറഞ്ഞിട്ട്, അല്ലാതെ എല്ലാവരും അറിഞ്ഞോളം എന്നില്ലല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. പിന്നെ ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞേക്കാനെ തുറന്ന് കൊടുക്കുക. പിന്നെ അതൊന്നുണ്ട് വെള്ളം വലിയാൻ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് നമുക്ക് വേവാത്ത പോലെ ആയിക്കാരം. അപ്പോൾ അതൊന്ന് വെള്ളം വലിഞ്ഞതിൻ്റെ ശേഷം അങ്ങനെ എടുക്കണം. അപ്പോൾ അങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ഒന്ന് ചുട്ടെടുത്ത് എല്ലാവർക്കും ചായയും കടിയൊക്കെ ഒന്നാണ്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കറി താളിക്കാൻ പോവുകയാണ്. എനിക്കിഷ്ടം കടുക് വറക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കടുകിട്ട് കൊടുത്തതാണ്. അല്ലാതെ ഉള്ളിയിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഉള്ളിയിട്ട് കൊടുക്കാം. അതാകുമ്പോൾ നമ്മളെ കറി നോക്കുകയാണെങ്കിൽ അതേമാതിരി വലിയൊരു ടേസ്റ്റുമാണിത്. നമ്മൾ ഇറച്ചിൻ്റെ വെള്ളം ഒഴിച്ചതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാണ്ട് കാക്ക രാത്രി കൊടുക്കുന്ന പച്ചക്കറിയിലുള്ളത് തന്നെയാണ് വെണ്ടയ്ക്ക. അപ്പോൾ വെണ്ടയ്ക്ക ഞാൻ 1 കിലോ വെണ്ടയ്ക്ക തന്നെ എടുക്കുന്നുണ്ട് പൊരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഒരു കമൻറ്റിൽ പറഞ്ഞിരുന്നു, താത്ത നിങ്ങളെ വീട്ടിൽ തിന്നലും തൂറലും തന്നെയാണ് പണി, നിങ്ങൾ ഇത്ര വലിയ പൈസക്കാരാണ്. പക്ഷേ ഈ പറഞ്ഞ ആളെ പേരൊന്നും ഞാൻ പറയണില്ല. എന്തായാലും നമുക്ക് ഒരുപാട് ആൾക്കാർ പിന്നെ ഭക്ഷണത്തിനുണ്ടാവും. ഡ്രൈവർമാരൊക്കെ ഭക്ഷണത്തിനുണ്ടാവുമ്പോൾ നമുക്ക് അതിലേക്കുള്ള ചാറും കൂട്ടാനൊക്കെ കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാതെക്കാൻ പറ്റില്ല. ഒരു പണിയെടുത്ത് വരുന്ന നേരത്തെ നമ്മൾ കുറേശ്ശെ ഒരു കൂട്ടാനോ ആണ്ടുകൊണ്ട് എത്താതെ കുറച്ച് കറിയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പാവല്ലേ നമ്മളാ ചെയ്യണത്. ഇപ്പോൾ ഒരു കിലോ വെണ്ടക്ക പൊരിച്ചാൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അത് മുരിച്ചത് കുറച്ചും മുരിച്ചാത്തത് കുറച്ചും ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ എണ്ണ ഞാനൊരു ഓട്ടപാത്രത്തിൽ വെച്ചിട്ട് ഊറ്റിയെടുത്തതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് പണിക്കാർക്ക് ഇറച്ചിയാണ്. ഇറച്ചിയും പണിക്കാർക്ക് ഞമ്മക്കൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പണിക്കാർക്ക് വേറെ ഞമ്മക്ക് വേറെ വെച്ചിട്ടൊന്നും ഉണ്ടാക്കില്ല. അങ്ങനെ ഉണ്ടാക്കണത് എന്തുകൊണ്ടാണെന്നറിയോ? ചിലർ ഒരാൾ പോത്തിറച്ചി കൂട്ടൂല, ഒരാൾ മീൻ കൂട്ടൂല. അപ്പം അങ്ങനത്തെ സമയങ്ങളിൽ നമ്മൾ വേറെ ഇതാക്കുക എന്നല്ലാതെ നമ്മൾ പണിക്കാർക്ക് വേറെ ഞമ്മക്ക് വേറെ എന്നുള്ളതൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 1/2 കിലോ വല്യുള്ളിയും അതിലേക്കുള്ള ആവശ്യത്തിനുള്ള പച്ചമുളകും പിന്നെ 4-5 തക്കാളിയൊക്കെ എടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ നമുക്ക് 2 കിലോ ഇറച്ചിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ ഞമ്മക്കും അത് തന്നെയാണ്, അവർക്കും അത് തന്നെയാണ്. പിന്നെ ഇമ്മാക്ക് മാത്രം ഇമ്മ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കും. ഉപ്പും എരിവൊക്കെ എരിവോ കുറവാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഉമ്മ ഉണ്ടാക്കൽ. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി ഒക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കണ്ട് ഒന്നുകൂടി നമുക്ക് മൂടി വെച്ച് കൊടുക്കണം. അപ്പോൾ അതിക്കൊക്കെ എത്രയാണ് ആവശ്യം വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുക്കുക. ഞാൻ ഇട്ട് കൊടുക്കണം അളവൊന്നും ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ 2 കിലോനത്തേക്കുള്ളതാണ്. 2 കിലോനും പിന്നെ ഒരു 3/4 കിലോനും ഉരുളക്കിഴങ്ങും ഉണ്ട്. പിന്നെ തളിച്ച വെള്ളമാണ് നമ്മൾക്ക് എപ്പോഴായാലും ഞാൻ പറയലുണ്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ തളിച്ച വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്നും കൂടി നമുക്ക് തിളപ്പിച്ചെടുക്കാം. പിന്നെ ഞാൻ കോഴിൻ്റെ തോല് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ ഒരു മറുപടി കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എവിടുന്ന താത്ത കോഴിൻ്റെ തോലിട്ട്? നമ്മൾ ബ്രോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങണ കോഴിയാണ്.
അപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ തോലോട് കൂടിയിട്ട് തന്നെ കട്ട് ചെയ്ത് തരും. പിന്നെ അതിൽ നിന്ന് വേറെടുത്തിട്ട് തോല് വേറെയും ഇറച്ചി വേറെ ആക്കി എടുക്കലാണ് ഞാൻ ചെയ്യൽ. അപ്പോൾ ഇങ്ങനെ ഉരുളൻകിഴങ്ങും ഇതൊക്കെ കൂടി ഇട്ട് കൊടുത്തുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ആ തോലും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ കുറഞ്ഞ തീയിൽ, നമ്മൾ കുക്കറിൽ വിസിലടുപ്പിക്കരുത്, കുറഞ്ഞ തീയിൽ വേവിച്ചെടുക്കുക. നല്ലോണം തിളച്ചതിന് ശേഷം മൂടി വെച്ച് കുറഞ്ഞ തീയിൽ വേവിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അത് കോഴിൻ്റെ തോലൊക്കെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ അടി നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി ഞാൻ തീ നന്നായിട്ട് ചുരുക്കി കൊടുത്തതിന് ശേഷമാണ് ഇപ്പോൾ ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതൊക്കെ നിങ്ങൾക്ക് എത്ര ആവശ്യം വെച്ചാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ മുക്കാലും വെന്തിൻ്റെ ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വീട്ടിലുള്ള മല്ലിച്ചപ്പിൻ്റെ ഇല, അതേമാതിരി കരിവേപ്പിൻ്റെ ഇല, പിന്നെ കൈത എന്ന് പറയും, കൈതോല എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തുകൊണ്ട് ഒന്നും കൂടി വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇമ്മക്ക് വേറെ ഇറച്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൽ ഉപ്പ് ഏറണമെന്ന് പറഞ്ഞിട്ട് പ്രഷറുള്ളതാണ്. ചില സമയത്ത് നമ്മളെ കറിയിലെ ഉപ്പ് ഉമ്മാക്ക് പറ്റും, ചില സമയത്ത് നമ്മളെ കറിയിലെ ഉപ്പ് പറ്റില്ല. എന്ന് വെച്ചാൽ പ്രഷർ കുറയുന്ന സമയത്ത് നമ്മളെ ഉപ്പിന് കുഴപ്പമുണ്ടാവില്ല, പ്രഷർ കൂടിയ സമയമാണെങ്കിൽ നമ്മളെ ഉപ്പ് കൂടുതലാവും. അപ്പോൾ ഉമ്മാക്കുള്ള കറി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഉരുളൻകിഴങ്ങ് വേണമെന്ന് പറഞ്ഞിട്ട് ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഉമ്മാക്ക് എങ്ങനെ വെച്ചാൽ ഒരു കഷ്ണം ഇറച്ചിയൊക്കെ എടുക്കുകയുള്ളൂ, ഉരുളൻകിഴങ്ങൊക്കെയാണ് പിന്നെയും ജസ്റ്റൊക്കെ കഴിക്കുക. പേരിന് ഇറച്ചിക്കറി എന്നൊക്കെ പറയാമെന്നല്ലാതെ അയ്യം കഷ്ണങ്ങൾ ഇതൊന്നും കഴിക്കൂല. അപ്പോൾ അതിലേക്ക് വേണ്ട പപ്പടം, നമ്മൾ ഇറച്ചിക്കറി ഇതേമാതിരി വരട്ടിയൊക്കെ ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ പപ്പടം നമുക്ക് നിർബന്ധമാട്ടോ. അപ്പോൾ ഞാൻ ഒരു പപ്പടം 2 കഷ്ണങ്ങളാക്കിയിട്ടാണ് പൊരിച്ചു കൊടുക്കുന്നത്. പണ്ടൊക്കെ എൻ്റെ വീട്ടിൽ ആ ഭാഗത്തൊക്കെ ഓണൊക്കെ വന്നിട്ടുണ്ട് വെച്ചെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്ന് തരുമല്ലോ ഓണം. ഇപ്പോൾ അതിന് എല്ലാവരും ബേക്കറി ഐറ്റംസാണ് വാങ്ങി കൊണ്ടുവന്ന് തരല്. അപ്പോൾ നമുക്കൊരു മണ്ണ ഉണ്ടായിരുന്നു കുഞ്ഞിപ്പെണ്ണെന്ന് അറിയാം. അപ്പോൾ അവർ നമുക്ക് പപ്പടമായിരുന്നു കൊടുന്നിരുന്നു ആദ്യകാലങ്ങളിലൊക്കെ. അപ്പോൾ അവളെ ഓർമ്മ വന്നു, നല്ല വലിയ പപ്പടക്കാരം. അപ്പോൾ നമ്മൾ അതേമാതിരി നടു മുറിച്ചിട്ട് ആണ് അന്ന് പൊരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേപോലത്തെ ഒരു പപ്പടം കണ്ടപ്പോൾ എനിക്ക് അവളൊക്കെ ഒന്ന് ഓർമ്മ വന്നു. അപ്പോൾ ഞാൻ ഉള്ളിയൊക്കെ മൂപ്പിച്ചിട്ട് താളിച്ചിട്ട്, അപ്പോൾ ഞാൻ അധികം എണ്ണ ഇല്ലാതെയാണ് ഇപ്പോൾ ഇന്ന് താളിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ നമ്മളാ കോഴിൻ്റെ തോലൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല നെയ്യും ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ കുറച്ച് ഇത് മതി കേട്ടോ. പിന്നെ ഞാൻ വെണ്ടക്ക മുരിച്ച് വെച്ചത് ചൂടാക്കണില്ല, മുരിയാതെ ആണ് കാക്കാക്കും ഉമ്മാക്കുള്ളത്. അപ്പോൾ അവർക്ക് ചൂടാക്കാതെ അവർക്ക് അതൊന്ന് ചൂടാക്കി കൊടുക്കണം. അപ്പോൾ ഇത്രയാണ് ഇന്ന് നമ്മളെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണു. കമൻറ്റ് ചെയ്താൽ മറക്കരുത് കേട്ടോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ആണെങ്കിൽ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ ഇത്ര തോനെ കറിയൊന്നും കണ്ടിട്ട് ഞാനും ബേജാറാണ്ട. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.